ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന പരാശക്തി സിനിമ വലിയൊരു പരാജയത്തിലേക്ക് പോവുകയാണ്. ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് അവർക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 കൂടുതലുണ്ടവനോടാവരുത്. ജനനായകൻ സിനിമയും പരാശക്തി സിനിമയും ഡിഫറെന്റ് ഡേറ്റിലാണ് റിലീസെങ്കിലും രണ്ട് സിനിമയും ഒന്നിച്ച് ക്ലാഷ് ആകാൻ പോവാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്നാൽ ഇവിടെ ദളപതി വിജയ്ക്കും ശിവകാർത്തികേയനും ഇടയിലാണോ ക്ലാഷ് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ദളപതി വിജയ്ക്കും DMK-ക്കും ഇടയിലാണ് ഇവിടെ ക്ലാഷ്. അതായത് ഇവിടെ നടക്കുന്ന ദളപതി വിജയ്ക്കെതിരെ നടക്കുന്ന വലിയ രാഷ്ട്രീയ കളികളാണ്. അതായത് സിനിമയെ സിനിമ കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യുക. നമുക്ക് സിനിമയെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ദളപതി വിജയ്ക്കെതിരെ നടക്കുന്ന ഈ രാഷ്ട്രീയ പകപോക്കലിനെ സപ്പോർട്ട് ചെയ്യാൻ യഥാർത്ഥ ദളപതി ഫാൻ എന്ന നിലയിലും ഒരു സിനിമ ആരാധകൻ എന്ന നിലയിലും സാധിക്കത്തില്ല. അതുകൊണ്ട് പരാശക്തി സിനിമയെ ഒഴിവാക്കി മാക്സിമം എല്ലാവരും ദളപതിക്ക് സപ്പോർട്ട് ചെയ്യുക. ദളപതി വിജയ് എന്നത് തമിഴ് സിനിമയുടെ അടിത്തറയാണ്. തമിഴ് സിനിമ ഇന്ന് ഇത്രയും വളരുന്നതിന് അദ്ദേഹം ഒരു കാരണമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പോൾ സിനിമ വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കണം. അതിന് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമയായിട്ട് ആരും ക്ലാഷിന് പോകാതെ ഇരിക്കണം. ഇത് ദളപതി വിജയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നു. അത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിക്കോട്ടെ, തല അജിത്ത് ആയിക്കോട്ടെ, ഉലക നായകൻ കമലഹാസൻ ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. വേട്ടക്കാരൻ സിനിമയിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട്. பாடப்புஸ்தகத்தை படிச்சதோட உன்னை பத்தின நியூஸை தேடி தேடி படிச்சதான் எங்க அம்மா அப்பா கிட்ட நான் பேசுனதுல கூட உன்னை பத்தி பேசுனது அதிகம். ജനനായകൻ സിനിമ കാണണോ പരാശക്തി സിനിമ കാണണോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ട് സിനിമയും ഒത്തിരി പേരുടെ സ്വപ്നങ്ങളാണ്. എന്നാൽ അതിനെ മറ്റൊരാളുടെ തകർച്ച കാണാനുള്ള ആയുധമാക്കാൻ പാടില്ല. ജനനായകൻ സിനിമയ്ക്ക് ഒരു വശം പോസിറ്റീവ് റിവ്യൂ വരാം, അതിലൊരു 10% നെഗറ്റീവ് റിവ്യൂ വരാം. അങ്ങനെ എല്ലാ വിമർശനങ്ങളെയും കടന്ന് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇനി നമുക്ക് സിനിമയില്ല, ഇതാണ് ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ സത്യമായിട്ടും താങ്ങാൻ കഴിയില്ല. അപ്പോഴാണ് ഇതാ വൻ ലാസ്റ്റ് ടൈം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. கடைசியா ஒரு குட்டி